ഒരു 16,000 രൂപ താഴെ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഏറ്റവും നല്ല സൗണ്ട് ബാർ, അതും 5.1 സൗണ്ട് ബാർ 600 വാട്ട്സ് പരിചയപ്പെടാം. പാനസോണിക് HDS 600GWK മോഡൽ വരുന്നത് ഇതാണ്. സൗണ്ട് ബാർ വരുന്നത് മെറ്റൽ ഗ്രില്ലാണ് വരുന്നത്, പ്ലാസ്റ്റിക് ബോഡിയാണ്, ടച്ച് പാനലാണ്, ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്കിത് വാൾ മൗണ്ട് ചെയ്യാവുന്ന മോഡലാണ്. കണക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ARC സപ്പോർട്ടാണ്, ഒപ്റ്റിക്കൽ, ഓക്സ്, USB, ബ്ലൂടൂത്ത് വരുന്നുണ്ട്. വൈഫൈ നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നില്ല. സബ് ബൂഫർ കണക്ട് ചെയ്യാനായിട്ടുള്ളത് ഇതാണ്. സബ് ബൂഫർ വരുന്നത് വയേർഡ് സബ് ബൂഫർ ആണ്. ഫ്രണ്ട് ഫയറിംഗ് അല്ലെങ്കിൽ ഫ്രണ്ട് ഡക്ട് സബ് ബൂഫർ ആണ്. റിയർ സ്പീക്കർ വരുന്നതാണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യേണ്ടത് വയേർഡ് വഴിയാണ്. സൗണ്ട് ബാർ ആയിട്ട് കണക്ട് ചെയ്യുന്നത് വയർലെസ് ആയിട്ടാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പെയർ ആയിക്കോളും. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ പെയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെയിൻ സ്പീക്കറിന്റെ ബാക്കിലായിട്ട് ഓട്ടോ പെയറിങ്ങിനുള്ള ബട്ടൺ വരുന്നുണ്ട്. അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വയർലെസ് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിയർ സ്പീക്കർ നമുക്കിത് പവർ കണക്ട് ചെയ്യണം. അതിനായിട്ട് അഡാപ്റ്റർ ഉപയോഗിച്ച് ഈ ഒരു മെയിൻ സ്പീക്കറിൽ നിന്ന് അത് കണക്ട് ചെയ്യണം. ഡോൾബി അറ്റ്മോസ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നില്ല. ആ ഒരു ടെക്നോളജി കമ്പനി ഈ ഒരു മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോൾബി ഡിജിറ്റൽ പ്ലസ് ആണ് കമ്പനി ഇതിൽ കൊടുത്തേക്കുന്നത്. ഡോൾബി അറ്റ്മോസിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ടെക്നോളജി. നമുക്ക് അതുകൊണ്ട് തന്നെ സറൗണ്ടിങ് ബെറ്റർ ആയിരിക്കും. അതുപോലെ വോക്കൽ ഡയലോഗ്സ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഡോൾബി അറ്റ്മോസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മോളിൽ നിന്നുള്ള ഒരു സൗണ്ട് എഫക്റ്റ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടൂല. സൗണ്ട് എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ വലിയ റൂമുകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒത്തിരി ഓവർ ബേസ് അല്ലെങ്കിൽ കൂടുതൽ ബേസ് വേണം എന്ന് ഇഷ്ടപ്പെടുന്നവർക്ക്, ഇപ്പൊ JBLന്റെ ഒക്കെ ആ ഒരു ബേസ് അപ്പൊ അത്രയും വേണം എന്നൊക്കെ താല്പര്യമുള്ളവർ ഈ ഒരു മോഡൽ എടുക്കണ്ട. നമുക്ക് അത്രയും ബേസ് കിട്ടൂല. ബേസ് നമുക്ക് വോക്കലിന്റെ താഴെ ആയിട്ടാണ് ഈ ഒരു മോഡലിൽ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സിനിമ കാണുന്ന സമയത്ത് അതിന്റെ ഡയലോഗ് അല്ലെങ്കിൽ പഴയകാല മൂവികൾ, മ്യൂസിക്കുകൾ, ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ സൗണ്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിന്റെ ആ ഒരു സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് ബേസ് അതിന്റെ താഴെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ വോക്കൽ കയറി നിൽക്കണം എന്ന് താല്പര്യമുള്ളവർ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്താൽ മതി.